നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികളുടെ ടാൻട്രംസിനെ കുറിച്ചും അത് മാനേജ് ചെയ്യാൻ എന്തൊക്കെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള വേസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഈ പാർട്ട് 2 നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരുപാട് പേർക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കുട്ടികളെ അടിച്ച് വളർത്തണോ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കടിക്കണം, അല്ലെങ്കിൽ അടിയോടൊക്കുമോ അണ്ണൻ തമ്പി, ഈ നമ്മൾ തല്ലിയില്ലെങ്കിൽ നാട്ടുകാർ തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ് മൊത്തത്തിൽ നമുക്കുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിലും ഒന്നും പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു അടി വെച്ച് കൊടുത്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപഠിച്ചിട്ടുള്ളതും നമ്മൾ ശീലിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരുപാട് പഠനങ്ങൾ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരുപാട് പഠനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അതിൽ നിന്നൊക്കെയുള്ള ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഇൻഫർമേഷനുകൾ വെച്ചിട്ട് നമ്മൾ ശരിക്കും അടിക്കുന്നത് ഹെൽപ്ഫുൾ ആണോ, അതോ അടിക്ക് പകരമുള്ള ചില മെത്തേഡ്സ് നമ്മൾ സ്വീകരിക്കുന്നതാണോ നല്ലത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, ചില ഇൻഫർമേഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നുണ്ടാവുന്ന ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് കുട്ടികളെ അടിക്കുകയും കുറച്ച് നേരം കഴിഞ്ഞ് അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഒരു മെജോറിറ്റി പേരൻസും. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പം നമുക്ക് അവരെ അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല നമ്മൾ അടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അടിയുടെ കുറവ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മോശം ആളായിട്ട് മാറരുത്, അല്ലെങ്കിൽ മോശം ഹാബിറ്റുകൾ അവരുടെ കൂടെ ഉണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം പെയിലെടുത്തിട്ടാണ് മിക്ക പേരൻസും മക്കളെ തല്ലാൻ തീരുമാനിക്കുന്നത്. പിന്നെ വേറെ ചില സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ദേഷ്യം നമുക്ക് വെൻ്റ് ഔട്ട് ചെയ്യാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ട് നേരെ കുട്ടികളുടെ മേലേക്ക് തീർക്കുന്നത് കൊണ്ട് കുട്ടി ചെയ്യുന്ന തെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന ശിക്ഷ പലപ്പോഴും കൂടുതലുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണത്തിൻ്റെ പുറത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ ബേസിക്കലി അടിക്കാറുള്ളത്. ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തല്ലേണ്ട ആവശ്യമില്ല, തല്ലല്ലാത്ത വേറെ പല മാർഗ്ഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ എന്ന് നമ്മൾ പറയുകയാണ് എന്ന് വിചാരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ തല്ലിന് ദൂരവ്യാപകമായിട്ടുള്ള വേറെ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അടി എന്ന് പറയുന്ന പണിഷ്മെൻറ്റ് രീതിക്ക് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെജോറിറ്റിയും പറയാൻ പോകുന്ന ഒന്നാമത്തെ ന്യായം, നമ്മളൊക്കെ തല്ലുകൊണ്ടിട്ടല്ലേ വളർന്നത്, എന്നിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ പറയാൻ സാധ്യതയുള്ള കാര്യം, ഇപ്പോഴത്തെ കുറേ ന്യൂജൻ അമ്മമാരും അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ഒന്നും തല്ലൂല്ല, പിള്ളേരുടെ ഇഷ്ടത്തിന് ഓച്ചാനിച്ചാണ് അവർ പിള്ളേരുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും ഉള്ള, അല്ലെങ്കിൽ സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാത്ത കുഞ്ഞുങ്ങളെ ആയിരിക്കും ഇവർ സൃഷ്ടിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ന്യായങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും കേൾക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യം പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അടിച്ചു വളർത്തിയിട്ടും അല്ലെങ്കിൽ നല്ലോണം അടി കിട്ടി വളർന്നിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നവരെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് അടി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പോലും പലപ്പോഴും അവയർനെസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പലപ്പോഴായിട്ട് നമുക്ക് നന്നായിട്ട് അടി കിട്ടിയിട്ട്, ചെറുപ്പത്തിൽ ചെറിയ കാര്യങ്ങൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾക്കായിക്കോട്ടെ നിരന്തരം അടി കിട്ടിയിട്ട് അങ്ങനെയാണ് നമ്മളെ പേരൻസ് പല കാര്യങ്ങളും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്ക് വേറെ ഒരു തരത്തിലുള്ള, ഇപ്പോൾ അവരടിച്ചതിൻ്റെ പേരിൽ അവരോടൊരു ദേഷ്യമോ അങ്ങനെ നമ്മളൊരു ഗ്രഡ്ജ് കീപ്പ് ചെയ്യുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വി ആർ ഓൾ ഗുഡ്, നമ്മൾ നമ്മുടെ ലൈഫിൽ നല്ലോണം സെറ്റിൽഡ് ആയിരിക്കും, വേറെ പ്രശ്നങ്ങളില്ല. അവർ അന്ന് അടിച്ച് പറഞ്ഞു വിട്ട ചില കാര്യങ്ങൾ, ഇപ്പം ചില കോഴ്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്നെ ഈ അടിച്ച് വളർത്തിയത് കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അടി കൊടുക്കുന്നത് ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ വിചാരിക്കും. ഈ അടി കിട്ടിയത് കൊണ്ട് ചില ആളുകളിൽ അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരാളുടെ മുന്നിൽ പോയിട്ട് അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലാതെ മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എപ്പോഴും ഒരു പീപ്പിൾ പ്ലീസർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കാര്യത്തിന് പോലും മറ്റുള്ളവരുടെ വാലിഡിറ്റി സീക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചില ആളുകൾക്ക് ഉണ്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് കിട്ടിയ അടിക്ക് നമ്മൾ അവരുടെ മുന്നിൽ ഇങ്ങനെ നിസ്സഹാരമായിട്ട് ചൂളി നിന്നതിന് ഇതിൻ്റെ മേലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അതുപോലെ ചില ആളുകൾ ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നു. അവർക്ക് അവരുടെ ഇമോഷൻ ഒരു തരത്തിലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ, കൺട്രോൾ ഇല്ലാതെ അവർ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ അവർ പറയാറുണ്ട്, എന്നെയൊക്കെ എടുത്തിട്ട് അടിച്ചാൽ വളർത്തിയിട്ടുള്ളത്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമെന്ന്. ഈ പറയുന്ന ആൾ ഒരു തരത്തിലും ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇതുപോലെ എല്ലാവരുടെ അടുത്തും, നമ്മളെ കഴിഞ്ഞ് കുറച്ച് ശക്തി കുറഞ്ഞ എല്ലാവരുടെ അടുത്തും പവർ എടുക്കണം,
അടിച്ച് ശരിയാക്കണം എന്ന് പറയുന്ന ടീമുകളായിരിക്കും. എന്നിട്ട് അവർ പറയും, കണ്ടോ എനിക്ക് അന്നത്തെ അടി കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഇതെല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഈ കിട്ടിയിട്ടുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പലപ്പോഴും ഒരു മെജോറിറ്റി ആളുകളെയും ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി തീരെ ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ലാത്ത സിറ്റുവേഷൻസ് എപ്പോഴാണെന്നറിയോ? നമ്മൾ കുറച്ച് മുതിർന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ചില അടികളുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മളൊരു തെറ്റാ ചെയ്തത് എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ പറയില്ല, എൻ്റെ അച്ഛൻ എനിക്കിട്ട് അന്നൊരു അടി തന്നത് നന്നായി എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ നമ്മുടെ കൂട്ടുകാരുടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ഇത് വീട്ടിലറിഞ്ഞു, ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അടി കിട്ടുക എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ? നമ്മൾ ആ സാധനം മോഷ്ടിച്ചു, അടി കിട്ടി, അത് പിന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മളൊന്നും മോഷ്ടിക്കാൻ പോയിട്ടില്ല, അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മളൊരു തിരിച്ചറിവിനുള്ള പ്രായമൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മളൊരു തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു സിസ്റ്റത്തിന് നിരക്കാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് നമുക്ക് ഓൾറെഡി റിയലൈസ് ചെയ്യാനുള്ളൊരു പ്രായമായി. എന്നിട്ടും നമ്മൾ എന്തോ ഒരു കൗതുകം കൊണ്ടോ എന്തോ ഒരു കാര്യം കൊണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തൊരു കാര്യമായിരിക്കും നമ്മൾ ഈ മോഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അതിൻ്റെ കുറ്റബോധമുണ്ട്. നമുക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി, അത് നമ്മളെ ഒരു തരത്തിൽ നമ്മുടെ ഈ ഒരു പാപബോധം, നമ്മുടെ ആ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ലഘൂകരിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഈസിയാണ് മൂവ് ഓൺ ചെയ്യാൻ. അല്ലാതെ ഞാനങ്ങനെ ചെയ്തല്ലോ എന്നുള്ള പെയിനും കൊണ്ട് നടക്കാതെ, ഞാനൊരു തെറ്റ് ചെയ്തു, എൻ്റെ അച്ഛൻ എനിക്കിട്ട് അടി തന്നു, ഇതെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആയി എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളുടെ കാര്യത്തിലാണ്. അത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യമുണ്ട്, അതിന് നമുക്കൊരു ശിക്ഷയാണ് കിട്ടിയതെന്ന് നമുക്കുള്ള റിയലൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പേരിൽ പിന്നീട് ഭയങ്കര ഗ്രഡ്ജൊന്നും നമ്മുടെ പേരൻസിനോട് സൂക്ഷിക്കാൻ സാധ്യതയില്ല. എന്നാൽ വേറൊരു സിറ്റുവേഷൻ പറയാം. നമ്മൾ ചെയ്യാത്തൊരു കുറ്റം നമ്മുടെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണ് ഇത് ചെയ്തത്. ഇത് വീട്ടിലറിഞ്ഞിട്ട് നമ്മളാണെന്ന് വിചാരിച്ച് ചോദ്യമില്ല പറച്ചിലുമില്ല, അതിനു മുമ്പ് നമുക്ക് അടിപൊട്ടി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പിന്നീട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളല്ല അത് ചെയ്തത് എന്നുള്ളത്. പക്ഷേ ഈ ചോദിക്കാതെ കിട്ടിയ ആ ഒരു അടി ഉണ്ടല്ലോ, അത് നമ്മളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ഒരു അവസരം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ ഈ ഒരു അടി, ഈ അടി നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ മുറിവായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. നമ്മൾ എത്ര ക്ഷമിക്കാൻ ശ്രമിച്ചാലും നമുക്കത്, അതായത് അവിടെ എന്താ സംഭവിച്ചത്? നമ്മളോടൊരു നീതികേടാണ് കാണിച്ചത്, അത് ജസ്റ്റിസ് അല്ലായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. തീരെ കൊച്ചു കുട്ടികളുടെ കാര്യത്തിലും എപ്പോഴും ഇതാണ് സംഭവിക്കുക. കുഞ്ഞുങ്ങൾ ചൈൽഡിഷ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എണ്ണക്കുപ്പി എടുത്ത് കറക്കി എറിയുക എന്ന് പറയുന്നത് ഒരു ഫണ്ണാണ്. നമുക്കാണ് ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. എണ്ണ തറയിൽ വീണാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് കാണിച്ചത്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും കാണിക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചടിക്കും. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ളൊരു കാര്യം ചെയ്തതിനാണ് അടി കിട്ടിയത്. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് ആൾക്ക് മനസ്സിലാവും. പക്ഷേ അവനോടൊരു നീതികേട് കാണിച്ചു, അല്ലെങ്കിൽ അവളോടൊരു നീതികേടാണ് കാണിച്ചത്. അതുപോലെ ഏറ്റവും സേഫ്റ്റി എനിക്ക് തരേണ്ട ഒരാളുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു റിയാക്ഷൻ വരുമ്പോഴേക്കും കുട്ടികൾക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് കടുത്ത ഇൻസെക്യൂരിറ്റിയാണ്. അതായത് ഇവർക്കെന്നെ ഇഷ്ടമല്ല, ഇവരെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്, അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും? അതായത് അരക്ഷിത അവസ്ഥയാണ് നമ്മൾ ഓരോ അടിയിലൂടെയും കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബേസിക്കലി നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ക്വിക്ക് ഫിക്സസ് ആണ് നോക്കുന്നത്. പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം, അവിടെ തട്ടിമറിച്ച് ചോദിച്ചു, അടി കൊടുത്തു, വിട്ടു, കാര്യം കഴിഞ്ഞു, ഇനി അത് ചെയ്യരുത്. ക്വിക്ക് ഫിക്സ് ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ വളർത്തിക്കൊണ്ട് വരാമെന്ന് പറയുന്നത് ഈ ക്വിക്ക് ഫിക്സിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ വളർത്തുന്നത് വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, സ്വന്തം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അറിയുന്ന, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തിയിട്ട് മൂവ് ഓൺ ചെയ്യാനൊക്കെ തന്നെ പഠിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അതായത് പേരൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഗോൾ അല്ല, ഇറ്റ്സ് എ ലോങ് ടൈം ഗോൾ. നമ്മൾ ഈ അടി കൊണ്ടും ഭീഷണിപ്പെടുത്തലുകൾ കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഷോർട്ട് ടൈം ഫിക്സിംഗ് ആണ്. ഒരു ഇപ്പം ആ കാര്യം ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെല്ലാം ഓക്കെ ആയി, അത് പിന്നെ കൊച്ചത് ചെയ്തിട്ടില്ല കേട്ടോ, അന്നൊരൊറ്റ അടി കൊടുത്തിട്ട്. പണ്ടത്തെ പേരൻസൊക്കെ ആണെങ്കിൽ ചട്ടുകം പഴുപ്പിച്ച് വെക്കുക എന്നൊക്കെ പറയുന്ന അതിക്രൂരമായിട്ടുള്ള നടപടികൾ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്ര ഭീകരമായിട്ടുള്ള ടോർച്ചർ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും തോന്നുമായിരിക്കും, എനിക്കൊക്കെ അടി കിട്ടി വളർന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് നമുക്കെന്താ പ്രശ്നം പറ്റിയിട്ടുള്ളത് എന്ന് തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോഴും, അച്ഛനിപ്പോൾ അച്ഛൻ 60കളിലാണ്, ഇപ്പോഴും അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ അന്ന് അടിച്ചത്, അതിനെക്കുറിച്ച് അച്ഛൻ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് അച്ഛൻ ഓർക്കാറുണ്ട്, അത്ര ചെറിയ പ്രായത്തിൽ അടിച്ചത്. അപ്പോൾ ഇതൊന്നും എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കുന്ന ചില അടികളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് വേണ്ടത് ഷോർട്ട് ടൈം ഗോളല്ല, നമ്മൾ ഒരു മനുഷ്യനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് ഭാവിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ബോധപൂർവം ഇടപെടണം എന്നുള്ളതും നമ്മളുടേതൊരു ഷോർട്ട് ടൈം ഗോൾ അല്ല. ഒരു ഇൻഡിവിജ്വലിൽ നമ്മൾ നമ്മുടെ 10-20 വർഷം മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളത് വളരെ കോൺഷ്യസ് ആയിട്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം കുറഞ്ഞ, ഇൻസെക്യൂർഡ് ആയിട്ടുള്ള, ഫ്യൂച്ചറിൽ അവരുടെ റിലേഷൻഷിപ്പിനെ പോലും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് പാറ്റേണുകളെ പോലും എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി വിടാൻ പോകുന്നത് അല്ലെങ്കിൽ വളർത്തി വിടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പിടിച്ച് അടിച്ച് അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അവരെ തന്നെ വിളിച്ചിട്ട് അത് അമ്മയ്ക്ക് അറിയാണ്ട് അപ്പുറത്തെ ദേഷ്യത്തിന് പറ്റിയതാ, മോനോ മോളെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കരഞ്ഞ്, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അടിക്കുക എന്ന് പറയുന്നതിനോട് പേഴ്സണലി ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എൻ്റെ 2 കുട്ടികളെയും അടിച്ചിട്ടില്ല. പിന്നെ ചെറിയ ആളെ അടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് 2.5 വയസ്സായിട്ടുള്ളൂ. പക്ഷേ മൂത്തയാൾ പത്മയ്ക്ക് 10 വയസ്സായി. ഞാൻ ഇതുവരെ പത്മയെ അടിച്ചിട്ടില്ല. പക്ഷെ അടിക്കാത്തത് കൊണ്ട് അവൾ ഏതെങ്കിലും തരത്തിൽ മോശമായെന്നോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺ അവളുടെ എനിക്ക് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അവളുടെ ഒരു തെറ്റ് എനിക്ക് തിരുത്താൻ പറ്റില്ല എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അടി കൊടുക്കേണ്ടടുത്ത് നമ്മൾ അടി തന്നെ കൊടുക്കണം എന്നുള്ളത്. അതിപ്പോൾ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, എൻ്റെ ഇൻലോസ് ആയിക്കോട്ടെ, എല്ലാവരും പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അടി കൊടുക്കേണ്ടടുത്ത് അടി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തുകൊണ്ടോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരിക്കലും യോജിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജന്മം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവളുടെ ശരീരത്തിൽ എനിക്ക് അധികാരം ഉണ്ടെന്ന് അല്ലെങ്കിൽ അതിനെ നോവിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അതായത് അതിൻ്റെ ഓണർഷിപ്പ് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. രാദർ ദാൻ നമ്മുടെ കൂടെ വളർന്ന് ജനിച്ച് നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് എനിക്ക് കുട്ടികളെ കൺസിഡർ ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കുട്ടികളെ അടിച്ചിട്ടുള്ള ഒരു പേരൻ്റ് അല്ല. അപ്പം നമുക്ക് തോന്നും ഈ അടിക്കാതെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ എങ്ങനെ ഡിസിപ്ലിൻ പഠിപ്പിക്കും എന്നുള്ളത് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള കാര്യമാണ്. അടി മാത്രമല്ല, ഇപ്പോൾ പൊതുവേ എല്ലാവരും പറയും നമ്മൾ അടിക്കാതെ നമ്മൾ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്ക് നല്ല ഹാബിറ്റുകൾ നമുക്ക് ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ കറക്ഷൻസ് വരുത്താൻ പറ്റില്ല. ഈ അടി വേണ്ട അല്ലെങ്കിൽ അടിച്ച് വളർത്തണ്ട എന്ന് പറയുന്ന പേരൻസ് ഒക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് കുട്ടികൾ ഭരിക്കുന്നൊരു ലോകത്ത് ജീവിക്കുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ ജനറലി. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയാണ്, ഇതിനെ ക്രോസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പേരൻ്റൽ സൈഡിൽ നിന്നാണെങ്കിലും ഇവർക്കുള്ള ചില പ്രിവിലേജുകൾ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തു എന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ ഇവരുടെ ഒരു മോശം പ്രവൃത്തിക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അവരുമായിട്ടുള്ള ഒരു കണക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ അടി പോലുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ കുട്ടികളെ തല്ലുന്ന സിറ്റുവേഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിചാരിക്കുകയാണ്, ഇപ്പം അടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഭയങ്കര എക്സ്ട്രീം ലോ മാർക്ക് മേടിച്ചുകൊണ്ട് വന്നു, എന്നാൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം പറഞ്ഞപ്പോഴൊന്നും പഠിക്കാതെ എനിക്കെല്ലാം അറിയാമെന്നൊക്കെ പറയുന്നത് നടന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷ അതിന് മാർക്ക് കിട്ടുമ്പോഴേക്കും പിടിച്ചടിക്കുന്ന ഹാബിറ്റ് മിക്ക പേരൻസിനും ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ മാർക്ക് അറിഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു 24 hours കഴിഞ്ഞിട്ട് മേ ബി അല്ലെങ്കിൽ ഒരു ഫ്യൂ hours കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അടിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും നമ്മുടെ ദേഷ്യം തീർക്കാനുള്ളൊരു മാർഗം കൂടി ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ അടിയെ കാണുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഞങ്ങളോടൊരു ഇൻജസ്റ്റിസ് കാണിക്കുകയാണ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങളിൽ എത്ര പേർക്ക് അടി കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ അടിച്ചു വളർത്തിയതിൻ്റെ ട്രോമ ഉള്ള ആളുകൾ എത്രയോ പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ചില അടികൾ നമ്മൾ ഡിസർവ് ചെയ്യുന്നതല്ല എന്ന് നമുക്കൊരു തോന്നൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ട്രോമറ്റൈസ് ചെയ്യും. നമ്മുടെ വാക്കിനൊരു വിലയില്ലാന്നോ, നമുക്കൊരു അഭിപ്രായം പറയാനോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേടി, നമ്മുടെ ഒരു സങ്കടം, നമുക്ക് സംഭവിച്ചൊരു കാര്യം പോലും നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് വന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. നമുക്ക് അവരുമായിട്ടുള്ള കണക്റ്റാണ് പോകുന്നത്. അപ്പോൾ
കുട്ടികളെ നമ്മൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഇൻസെക്യൂർ ആക്കിയിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നീ ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു കളയും, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആയിപ്പോയി കളയും, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയി കളയും, നീ ഇങ്ങനെ സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും പറഞ്ഞ് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇവരുടെ ഉള്ളിൽ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല ട്രോമകളെക്കുറിച്ചും അറിയാതെയാണ് പല പേരൻസും ഇപ്പോഴും ജീവിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്തൊരു പെൺകുട്ടി അവളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് പറയുണ്ടായി. ഇത് വേറെ തന്നെ ഒരു സബ്ജക്റ്റായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, അത് സിബ്ലിങ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് അത് ജസ്റ്റ് അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ ആ കുട്ടി പറയുന്ന കുട്ടിക്ക് 2.5 വയസ്സുള്ളപ്പോഴോ 3 വയസ്സുള്ളപ്പോഴോ കിട്ടിയ ഒരു അടി, അതായത് ഇവർ കുട്ടികളെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു കുട്ടി കയറിയിട്ട് ഡോറ് അടച്ചു. അപ്പോൾ ഡോർ അകത്തുനിന്ന് ലോക്കായിപ്പോയി. അപ്പോൾ മറ്റേ കുട്ടിയാണ് ഡോർ അടച്ചത്. ഡോറ് ലോക്കായിപ്പോയി. അപ്പോൾ വീട്ടുകാരൊക്കെ പാനിക്കായി. കാരണം കുട്ടികൾക്ക് ഏകദേശം ഒരേ ഏജേ ഉള്ളൂ, ഒരു 2 to 3 ഇടയ്ക്കുള്ള ആ ഒരു ഏജേ ഉള്ളൂ. കുട്ടികൾ ഭയങ്കര പാനിക്കായി. അപ്പോൾ ഇവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പാനിക്കായിട്ട് ആ മുറിയിൽ നിന്ന് കരഞ്ഞത്. അപ്പോൾ കുട്ടികൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് വീട്ടുകാർ ഇത് വന്ന് തുറന്നിട്ട് കുട്ടികളെ സേവ് ചെയ്യും എന്നാണ്. കാരണം അവരൊരു ട്രാപ്പിൽ പെട്ടു, അവരൊരു തെറ്റ് ചെയ്തുകൊണ്ട് ട്രാപ്പിൽ പെട്ടു എന്നല്ല അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിപ്പോയി എന്നുള്ള ഫീലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവള് പറയായിരുന്നു ആ ഡോറ് തുറന്നു വന്നതും അച്ഛൻ എടുത്തിട്ട് ഒറ്റ അടിയാണ് തന്നതെന്ന്. ആ പ്രായത്തിൽ കിട്ടിയ അടി എത്ര ഇൻറ്റൻസ് ആയിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. കാരണം ആ 2.5 വയസ്സുകാർക്ക് അല്ലെങ്കിൽ 3 വയസ്സ് പ്രായത്തിൽ കിട്ടിയ അടി എത്ര ഇൻറ്റൻസ് ആയിട്ടാണ് മനസ്സിൽ ഇപ്പോഴും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പോഴും അച്ഛനോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ കണക്ട് ചെയ്തോ മനസ്സ് തുറന്നോ സംസാരിക്കാൻ പറ്റില്ല. അച്ഛനെ പേടിയാണ്. അച്ഛൻ ആലോചിക്കുമ്പോഴത്തെ ഫസ്റ്റ് ഇമോഷൻ പേടിയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ആ ഒരു അടി ഉണ്ടാക്കിയ ട്രോമ ഉണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും കുട്ടികൾ ഇതൊക്കെ മറന്നു പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 വയസ്സിലോ 3 വയസ്സിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ആരോർത്തിരിക്കാനാണ് എന്ന് വിചാരിക്കും. സംഭവം ഓർത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസിൽ അത് കിടന്നിട്ട് നമ്മളെ പലതും ആക്കി മാറ്റുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുട്ടികളെ അടിക്കണോ വേണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പറയുണ്ടായി, കൊടുക്കാനുള്ള അടിയൊക്കെ ഞാൻ 5 വയസ്സിന് മുന്നേ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇപ്പോൾ പ്രശ്നമില്ല എന്നുള്ളത്. അതായത് എനിക്കപ്പോൾ തോന്നിയത് നമുക്ക് ഏറ്റവും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളോട് പോലും നമുക്ക് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. 5 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന അടികൾ ചിലപ്പോൾ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവും, ഞാൻ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് ഇങ്ങനെ കിട്ടിയ അടിയാണെന്നുള്ളത്. കുട്ടികൾക്കൊരു വിവേചനമൊക്കെ വരുന്നൊരു പ്രായമാണ്. അതിന് മുമ്പ് കൊടുക്കുന്ന അടികൾ പലപ്പോഴും കുട്ടികളെ ഇൻസെക്യൂർ ആക്കുകയാണ്. എനിക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്നെ അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റിയിൽ ആക്കിയല്ലോ എന്ന് തോന്നുമ്പോഴേക്കും അവർ ഫ്യൂച്ചറിൽ അവർക്കൊരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ചിലപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർ ജനറലി വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വേറൊരാളുടെ, ഈവൻ ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ആയിരിക്കും, പേരൻസിൻ്റെ ആയിരിക്കും, വാലിഡിറ്റി സീക്ക് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ ചെയ്യണത് ശരിയാണോ, അല്ലെങ്കിൽ അത് ഓക്കെ ആണോ എന്നുള്ള അപ്രൂവൽസ് സീക്ക് ചെയ്യുന്ന തരത്തിലുള്ള ബിഹേവിയർ അവർക്ക് വന്നേക്കാം. അല്ലെങ്കിൽ മേ ബി അവർ ചിലപ്പോൾ വലുതാകുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് മാറിയേക്കാം. അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് നമ്മൾ പണ്ട് കൊടുത്ത അടികളുടെ ഇതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇവരുടെ മനസ്സ് കിടന്നിട്ടാണ് ഇവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളപ്പോഴും പറയും കണ്ടില്ല എന്തൊരു അഹങ്കാരം നോക്ക്, പൊന്നുപോലെ വളർത്തിയ കൊച്ച എന്ന് പറയും. സോ പ്ലീസ് ഡു തിങ്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു മെജോറിറ്റി ആൾക്കാരും ഇതിൽ കൺവിൻസ്ഡ് ആവില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷുവറാണ്. എനിക്ക് ചിലപ്പം എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെ പോലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അടിയല്ലാതെ വേറെ മാർഗ്ഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ. പിന്നെ ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്നൊരു പാറ്റേൺ അല്ലേ, ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാമ്പർ ചെയ്ത് നമ്മളെ കുട്ടികളെ നശിപ്പിച്ച് കളയുകയാണോ എന്നുള്ളത്. അപ്പോൾ അടിക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുട്ടികൾ പറയുന്ന എല്ലാം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. കൃത്യമായിട്ടുള്ള റൂൾസ് അത് എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ആസ് എ പേരൻറ്റ് നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പയ്യൻ എൻ്റെ ഇതിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൊച്ചു പോയി തീ എടുത്തു കഴിഞ്ഞാൽ ചേച്ചി ആ തീ തിന്നോളാൻ പറയുമോ, അടിക്കാൻ പറ്റൂലല്ലോ, അപ്പം നോക്കിയിരിക്കുമായിരിക്കും അല്ലേ എന്നാ. എന്തുവാടെ ഇതിനൊക്കെ പറയുന്നത്. അപ്പോൾ കുട്ടികൾ പോയി ഈ ചെളിയിൽ കളിക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതും, അല്ലെങ്കിൽ ആ ചെളിയിൽ പോവരുത് എന്നുള്ളത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫേമായിട്ട് അവരോട് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ അവരെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നതും, നമ്മളത് ഒറ്റയടിക്ക് ഇമ്മീഡിയറ്റ്ലി കാര്യം സാധിക്കുന്നതും
ലോങ് ടൈമിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അടിക്കില്ല എന്നൊരു പേരൻറ്റ് പറഞ്ഞു എന്നതിനർത്ഥം അവർ പിള്ളേരുടെ റൂളിനനുസരിച്ച് ജീവിക്കുകയാണെന്നോ അവർ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ മോശക്കാരായി മാറുമെന്നോ അല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് അങ്ങനെ സോഷ്യലി കണ്ടീഷൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അടി കിട്ടാതെ വളരുന്ന കുട്ടികൾ മറ്റ് അടി കിട്ടി വളർന്ന കുട്ടികളുടെ അത്രയും ഡിസിപ്ലിൻഡ് ആവില്ല എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. എന്നാൽ അടിയേക്കാൾ എത്രയോ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കൃത്യമായി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും അവരുടെ ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ കുട്ടികളെ സഹായിച്ചുകൊണ്ട് അവരുടെ നല്ലൊരു ഫ്രണ്ടായിട്ട്, അവരുടെ ഗാർഡിയനായിട്ട്, അവരുടെ ടീച്ചറായിട്ട് ഒക്കെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റും. സോ ഒരു പേരൻറ്റിന് ഒരുപാട് റോൾസ് ഉണ്ട്. അപ്പോൾ ആ റോൾസൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരും, ഇതങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ. എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ കുട്ടികളെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്ത് ഒന്ന് അവനവനോട് തന്നെ ചോദിക്കുക, അടിയല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഒരു സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പല ലേണിങ്ങിൽ കൂടെയും അൺലേണിങ്ങിൽ കൂടെയും ഒക്കെ തന്നെയാണ് നമ്മളൊക്കെയും ബെറ്റർ പേരൻസ് അല്ലെങ്കിൽ ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന ഹ്യൂമൻ ബീങ്സിനെയും നിങ്ങൾക്ക് അവരുടെ ഏറ്റവും ഓതൻറ്റിക് സെൽഫിലേക്ക് വളരാൻ സപ്പോർട്ട് ചെയ്യാൻ കഴിയട്ടെ. വിത്ത് ദാറ്റ് നോട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ലൈഫ് അൺഎഡിറ്റഡ്.